ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. തിരുവനന്തപുരം വർക്കലയിൽ വൃക്ക രോഗിയുടെ ചിത്രങ്ങളും വീഡിയോകളും കുടുംബത്തിൻ്റെ അനുമതിയില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം പിരിക്കുകയും അതിലൊരു ഭാഗം കൈക്കലാക്കുകയും ചെയ്തതായി പരാതി. വർക്കല പുല്ലാനിക്കോട് സ്വദേശി ബാബുവിൻ്റെ കുടുംബമാണ് വർക്കല സ്വദേശിയായ ബാബുരാജിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബാബുവിന്റെ സുഹൃത്ത് ബാബുരാജാണ് പണപ്പിരിവ് നടത്തിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 2 വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബാബുവിന്റെ രോഗാവസ്ഥയിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ആശുപത്രിയിൽ സഹായിയായി എത്തിയ ബാബുരാജ് കൈക്കലാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് ഇവ പ്രചരിപ്പിച്ചു. കുടുംബത്തിന്റെ അനുമതിയില്ലാതെ സ്വന്തം ഗൂഗിൾ പേ നമ്പർ നൽകിയാണ് പണപ്പിരിവ് നടത്തിയതെന്നും പരാതിയിൽ ആരോപിക്കുന്നു. രോഗിക്ക് വിവാഹപ്രായമായ 2 പെൺമക്കളുണ്ടെന്നും കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സഹായാഭ്യർത്ഥന. എന്നാൽ പണപ്പിരിവ് നടത്തുന്നതിനെക്കുറിച്ചോ അതിലൂടെ ലഭിച്ച തുകയെക്കുറിച്ചോ കുടുംബത്തിന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. സംഭവം ബാബുവിന്റെ കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് പ്രധാനമായും പ്രചരിപ്പിച്ചത്. ഈ പ്രചരണം ശ്രദ്ധയിൽപ്പെട്ട ബന്ധുക്കളാണ് കുടുംബത്തെ വിവരമറിയിച്ചത്. ഇക്കാര്യം കുടുംബം അറിയുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം ഒരു സുഹൃത്ത് നൽകിയതാണെന്ന് പറഞ്ഞ് 10,000 രൂപ ബാബുവിന്റെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാബുരാജ് ഗൂഗിൾ പേ വഴി അയച്ചിരുന്നു. എന്നാൽ ഒരാൾ മാത്രം ബാബുവിന്റെ ചികിത്സയ്ക്കായി 50,000 രൂപ നൽകിയതായി പിന്നീട് വ്യക്തമായെന്നാണ് കുടുംബം പറയുന്നത്. പണം നൽകി സഹായിച്ച ആൾ ഒരു ക്യാൻസർ രോഗിക്ക് 1 ലക്ഷം രൂപയും ബാബുവിന് 50,000 രൂപയും നൽകാൻ ബാബുരാജിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇദ്ദേഹം ക്യാൻസർ രോഗിയെ ബന്ധപ്പെട്ടപ്പോൾ പണം ലഭിച്ചില്ല എന്നറിഞ്ഞതോടെ ബാബുവിനെ ബന്ധപ്പെടുകയായിരുന്നു. ഇതിൽ 10,000 രൂപ മാത്രം കുടുംബത്തിന് കൈമാറി ബാക്കി 40,000 രൂപ കൈക്കലാക്കിയെന്നാണ് പരാതി. ഇതുകൂടാതെ നിരവധി ആളുകളിൽ നിന്ന് നേരിട്ടും ബാങ്ക് അക്കൗണ്ട് വഴിയും പണം സ്വീകരിച്ചിട്ടുണ്ടാകാമെന്നും കുടുംബം സംശയിക്കുന്നു. നമുക്ക് ഒരു നീതി കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ IC കിടക്കുമ്പോൾ ഞാൻ ആ സാറിനെ വിളിച്ചു. ഈ സാർ അങ്ങോട്ട് വിളിച്ചായിരുന്നു, ആണെന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മോള് പരാതി കൊണ്ട് തന്നിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ IC കിടക്കുകയാണ്, സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോഴാ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ നാട്ടിവിടെ അവിടെ ഡിസ്ചാർജായി വരുമ്പോൾ നിങ്ങളിഞ്ഞ് വന്നാൽ മതി, ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ്. അവസാനം 2ാമത് ഇവർ വിളിച്ചിട്ട് ഒരു മനുഷ്യര് ഫോൺ എടുക്കത്തില്ല. അവിടെ നിന്ന് ഒരു സാറന്മാര് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ജൂൺ 6-ന് വർക്കല പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തുടർന്ന് ജൂലൈ 9-ന് ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകി. റൂറൽ SP മുഖേന അടിയന്തര ഇടപെടലുണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കാൻ മടിച്ചു. ജൂലൈ 21-ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം ലഭിച്ചിട്ടും നടപടി വൈകിയെന്നും കേസ് ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ വഞ്ചനാക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയതായാണ് വർക്കല പോലീസ് പറയുന്നത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.